കുനിയാൻ പറയുമ്പോൾ മുട്ടിലെഴയുന്ന കലാ സാഹിത്യ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളം മുഖരിതമാകുമ്പോൾ ചങ്കുറപ്പുടെ നിൽക്കുന്ന ഈ ഒറ്റയാൾ പട്ടാളം മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് മലയാളികൾ അറിയേണ്ടതുണ്ട്. കാര്യങ്ങൾ അറിയാതെ പോകുന്ന മലയാളികൾക്ക് വേണ്ടി തുടക്കം മുതലുള്ള കാര്യങ്ങൾ ചുരുക്കി പറയാം. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നയാളാണ് കുനാൽ കമ്ര. കുനാൽ കമ്ര എന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കൊമേഡിയനെ മഹാരാഷ്ട്രയിലെ സർക്കാർ അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഷോയായ നയ ഭാരത് എന്ന പരിപാടിയിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയെ പരോക്ഷമായി ഗദ്ദാർ എന്ന് വിളിച്ചതിന്റെ പേരിലാണ്. വിശ്വാസവഞ്ചകൻ എന്നാണ് ഗദ്ദാറിന്റെ അർത്ഥം. 1997 ദിൽ തോ പാഗൽ ഹേ എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തിന്റെ പാരഡി ഗാനത്തിലൂടെയാണ് ഷിൻഡെയുടെ 2022 ശിവസേന വിഭജനത്തെയും BJPയുമായുള്ള സഖ്യത്തെയും അദ്ദേഹം കണക്കിന് പരിഹസിച്ചത്. ഇത് ഷിൻഡെയുടെ ശിവസേന വിഭാഗത്തെ പ്രകോപിപ്പിക്കുകയും മുംബൈയിലെ കാർ പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ പൊതു അശാന്തി ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ, അപകീർത്തി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം അദ്ദേഹത്തിനെതിരെ FIR ഫയൽ ചെയ്യുകയും ചെയ്തു. മുംബൈ പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുവാൻ വിളിപ്പിച്ചു എങ്കിൽ പോലും സംഘ പോലീസിനെയും സംഘ ഗുണ്ടകളെയും നന്നായി അറിയാവുന്നതുകൊണ്ട് ചെന്ന് തലവെച്ചു കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മാത്രമല്ല, തന്നോട് മാപ്പ് പറയുവാൻ ആവശ്യപ്പെട്ടവരോട് പോയി പണി നോക്കാൻ അദ്ദേഹം പറയുകയും ചെയ്തു. പോലീസ് FIR തയ്യാറാക്കിയെങ്കിലും കോടതികളൊന്നും അദ്ദേഹത്തിനെതിരെ വന്നിട്ടില്ല. അദ്ദേഹം 2021 മുതൽ തമിഴ്നാട്ടിലെ വില്ലുപുരത്താണ് താമസം. മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമെടുക്കുകയും ചെയ്തു. വടക്കോട്ട് പോയാൽ കാക്കിക്കളസമിട്ട ജഡ്ജിമാർ പിടിച്ച് അകത്തിടുമെന്ന് കമ്രയ്ക്ക് നന്നായി അറിയാം. സംഘ പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ കഴിയില്ലെന്ന് കമ്ര കൃത്യമായി മദ്രാസ് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഏപ്രിൽ 7 വരെയാണ് ഇപ്പോൾ കമ്രയ്ക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ ഷിൻഡെയെ കളിയാക്കിക്കൊണ്ടുള്ള പരിപാടി മുംബൈയിലെ ഹാബിറ്റാറ്റ് സ്റ്റുഡിയോയിൽ വെച്ച് നടന്നത് ഈ വർഷം ഫെബ്രുവരി ആദ്യമായിരുന്നു. ഇതിന്റെ വീഡിയോ യൂട്യൂബിൽ വന്നപ്പോഴായിരുന്നു സംഘസേവകരായ ശിവസേന പക്ഷത്തിന് ഹാലിളകിയത്. ഇക്കൂട്ടർ ഹാബിറ്റാറ്റ് തിയേറ്റർ തല്ലിപ്പൊളിച്ചത് യൂട്യൂബ് പരിപാടി വൈറലായതിനു ശേഷമാണ്. അതായത് 1.5 മാസം കഴിഞ്ഞാണ് ഈ രാത്രി അക്രമം നടന്നത്. തല്ലിപ്പൊളിച്ചവരിൽ മുന്നിൽ നിന്നവർ തന്നെയാണ് പോലീസിൽ പരാതി കൊടുത്തത് എന്നത് രസകരമായ കാര്യം തന്നെയാണ്. പോലീസിന് ഇത് അറിയാത്തതല്ല. ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. ഏകനാഥ ഷിൻഡെ എന്ന കാലുമാറ്റക്കാരനെ നമുക്കറിയാം. അയാളെ പരോക്ഷമായി വഞ്ചകനായി ചിത്രീകരിക്കുകയാണ് കമ്ര ചെയ്തത്. കമ്ര തമാശ രൂപത്തിൽ പറയുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തി എന്നതാണ്, അത് തന്നെയാണ് ഇക്കൂട്ടരെ വിരളി പിടിപ്പിച്ചിരിക്കുന്നതും. ഈ ഒരു അക്രമത്തിന്റെ പിറ്റേ ദിവസം, അതായത് മാർച്ച് 24-ന് ഹാബിറ്റാറ്റ് സ്റ്റുഡിയോ താൽക്കാലികമായി അടച്ചു പൂട്ടുന്നതായി സംഘാടകർ പ്രഖ്യാപിച്ചു. കാരണം സ്വതന്ത്രമായ ആവിഷ്കാരത്തിന് ഒരു വേദി നൽകുന്നതിനുള്ള മികച്ച മാർഗം കണ്ടെത്തുന്നതുവരെ അവർക്ക് തുടരാൻ കഴിയില്ലെന്ന് അവർ വ്യക്തമാക്കി. ഇതൊക്കെ ഇപ്പോൾ പറയുവാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര പോലീസ് ഷിൻഡെ കൂട്ടാളികളുടെ നിർബന്ധത്തിന് വഴങ്ങി കമ്രയുടെ പരിപാടി സ്റ്റുഡിയോയിൽ കണ്ടവർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഷിൻഡെ ശിവസേനക്കാർ നാണക്കേട് മറയ്ക്കുവാൻ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോട്ടീസ് കൊടുത്തു കഴിഞ്ഞ് അടുത്തത് എന്ത് ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണം. വീടുകൾ ബുൾഡോസർ കൊണ്ട് നിരത്തിയാലും ഇപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു കാലഘട്ടമല്ലേ. നോക്കൂ, ഒരുത്തൻ നടുനിവർത്തി നിന്നപ്പോൾ ഒരു മഹാ സംസ്ഥാനം ഭരിക്കുന്ന കാലുമാറി പാർട്ടിയുടെ അണികൾ പരവേഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പാഞ്ഞു നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നോക്കൂ, ഹാബിറ്റാറ്റ് സ്റ്റുഡിയോ ഉടമകളുടെ പ്രസ്താവന ഒന്ന് ശ്രദ്ധിക്കാം. തങ്ങൾക്കിഷ്ടമുള്ളത് കാണിക്കുവാൻ പറ്റാത്ത സ്റ്റുഡിയോ തങ്ങൾ തുറക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. കേരളത്തിൽ മാപ്പ് പറച്ചിലുകൾ നടക്കുന്ന ഈ നേരത്ത് തന്നെയാണ് കമ്രയും ഹാബിറ്റാറ്റ് സ്റ്റുഡിയോയും ഒക്കെയും ധീരമായ നിലപാടുകൾ എടുത്തിരിക്കുന്നത്.